Hi friends, Andrew Creations എന്ന മലയാളം ടെക്നോളജി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ടെക്നോളജി വീഡിയോസുകൾ കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ മൊബൈലിലുള്ള ഡാർക്ക് മോഡ്, നൈറ്റ് മോഡ്, അതുപോലെ തന്നെ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ, ഈ മൂന്നും തമ്മിൽ എന്താണെന്നും അതിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ അതെല്ലാമാണ് ഞാനിന്ന് പറയുന്നത്. ആദ്യം ബ്ലൂ ലൈറ്റ് ഫിൽറ്ററിനെ കുറിച്ച് തന്നെ പറയാം. ഏകദേശമുള്ള ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മൊബൈലുകളിലും ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമ്മുടെ മൊബൈലുണ്ട്. നോട്ടിഫിക്കേഷൻ ബാറിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധ്യമാകും. അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ഒരു യെല്ലോ കളറിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു സാധാരണ നമ്മുടെ മൊബൈലിൻ്റെ കളർ മാറിയിട്ട് ഒരു യെല്ലോ കളറോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധ്യമാകും. അതുകൊണ്ടുള്ള ഗുണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ബ്ലൂ ലൈറ്റ് ഫിൽറ്ററിൻ്റെ ഗുണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ മൊബൈലിൽ നിന്നും ഒരു ബ്ലൂ ലൈറ്റ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിന് വളരെ ദോഷകരമാകുന്ന ഒരു ലൈറ്റാണ് ബ്ലൂ ലൈറ്റ്. ഇത് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണിന് ഒരുപാട് പ്രശ്നം വരിക, തലവേദന എടുക്കുക തുടങ്ങിയ ഒരുപാട് പ്രോബ്ലംസുകൾ ഈ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിൽ വരികയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്നാൽ ഇത്തരം ബ്ലൂ ലൈറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റിനെ തടയുക എന്നുള്ളതാണ് ഈ ഒരു ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ മൊബൈലിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടും ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ മൊബൈലിൽ കൊണ്ടുവരാവുന്നതാണ്. ബ്ലൂ ലൈറ്റ് ഫിൽറ്ററുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ന് പ്ലേ സ്റ്റോറിലുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് വേണം നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാം. കാരണം എന്ന് പറയുന്നത് രാത്രികാലങ്ങൾക്ക് ഒരുപാട് നല്ല രീതിയിൽ തന്നെ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് രാത്രികാലങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഉപയോഗിക്കുക. ആപ്ലിക്കേഷനായിട്ട് അല്ല നിങ്ങളുടെ മൊബൈലിലുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾ എനേബിൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് പറയാനുള്ളത് ഡാർക്ക് മോഡിനെ കുറിച്ചാണ്. ഡാർക്ക് മോഡ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആക്കുക എന്നുള്ളതാണ്. അതായത് ഇതും നമ്മുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളത് തന്നെയാണ് ഈ ഡാർക്ക് മോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മൊബൈലിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ മൊബൈലിൽ നിന്നും ഒരുപാട് പ്രകാശം നമ്മുടെ കണ്ണിനെ ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കണ്ണിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിൽ ബാക്ക്ഗ്രൗണ്ട് ഡാർക്കായിട്ട് മാറുന്നത് കൊണ്ട് ഒരുപാട് പ്രകാശം നമ്മുടെ മൊബൈലിൽ അടിക്കുകയില്ല എന്നുള്ളതാണ്. വളരെ കുറച്ച് മാത്രമേ പ്രകാശം അടിക്കുള്ളൂ. അത് നമ്മുടെ കണ്ണിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഡാർക്ക് മോഡ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡാർക്ക് മോഡ് ഉപയോഗിക്കുക. ഡാർക്ക് മോഡ് നിങ്ങളുടെ ഫോണിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചൊന്നും നിങ്ങളുടെ ഫോണിൽ ഡാർക്ക് മോഡ് കൊണ്ടുവരാൻ സാധിക്കില്ല. നിങ്ങളുടെ ഫോണിൽ ഡാർക്ക് മോഡ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് തീംസുകൾ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതിയാവും. അതായത് നിങ്ങളുടെ ഫോണിൽ തീംസ് മാറ്റാൻ സൗകര്യമുള്ള ഒരു ഫോണാണെങ്കിൽ ഡാർക്ക് മോഡ് തീംസുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഡാർക്ക് മോഡ് തീംസുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ ഡാർക്ക് മോഡ് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ആയിരുന്നെങ്കിൽ ശരി, നിങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങുന്ന ഏകദേശമുള്ള പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകൾക്കും ഡാർക്ക് മോഡ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനകത്തും നിങ്ങൾക്ക് ഡാർക്ക് മോഡ് ഉപയോഗിക്കാവുന്നതാണ്. ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ എല്ലാ ആപ്ലിക്കേഷനും ഡാർക്ക് മോഡ് ഉണ്ട്. ഇപ്പോൾ വാട്സപ്പിൽ ഇനി വരാൻ പോവുകയാണ് ഡാർക്ക് മോഡ് വളരെ നല്ലതാണ്. നമ്മുടെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് മാത്രമല്ല ഡാർക്ക് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാർക്ക് മോഡ് നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ബാക്കപ്പും കൂട്ടാൻ സഹായിക്കും എന്നുള്ളതാണ്. ഏകദേശം 10 മുതൽ 15% വരെ ഡാർക്ക് മോഡ് ഉപയോഗിക്കുന്ന ഫോണുകളിൽ ബാറ്ററി ബാക്കപ്പ് കൂടും എന്നുള്ളതാണ്. LCD ഡിസ്പ്ലേ ഉള്ള ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കൂട്ടാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ LED ഡിസ്പ്ലേ ഉള്ള ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ ബാറ്ററി ബാക്കപ്പ് കൂട്ടാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഫോണുകളിൽ ഡാർക്ക് മോഡ് ബാറ്ററി ബാക്കപ്പിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് എങ്ങനെയാണ് കൂട്ടുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു വീഡിയോ കാണുക. ഇനി അടുത്തത് പറയാനുള്ളത് നൈറ്റ് മോഡിനെ കുറിച്ചാണ്. നൈറ്റ് മോഡും ഡാർക്ക് മോഡും എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം രണ്ടിൻ്റെയും ബ്രൈറ്റ്നസ് കുറച്ചുകൊണ്ടാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. സെയിം റിസൾട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ട് മാറ്റുക തന്നെയാണ് നൈറ്റ് മോഡും ചെയ്യുന്നത്. ചില ഫോണുകളിൽ നൈറ്റ് മോഡ് ഓൺ ആക്കുമ്പോഴത്തേക്കും ബ്ലൂ ലൈറ്റ് ഫിൽട്രേഷൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കും നൽകുന്നത്. ചില ഫോണുകളിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കിക്കൊണ്ട് ഒരു ഡാർക്ക് മോഡിൻ്റെ എഫക്റ്റ് ആയിരിക്കും നൽകുന്നത്. ഏതായിരുന്നാലും നമ്മൾ രാത്രികാലങ്ങളിൽ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതെ സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ സാധ്യമാകുന്ന രീതിയിൽ നമ്മുടെ സ്ക്രീനിനെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നൈറ്റ് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.